ഗൈസ്, നമ്മൾ നല്ല മിന്നു ഡോക്ടറിന്റെ ബർത്ത്ഡേ പോണ ഒരു വ്ളോഗ് കിട്ടിയിരുന്നില്ല. അതിൽ നമ്മളൊരു കേക്ക് ഷോപ്പ് കയറിയപ്പോൾ നമുക്കൊരു മോശനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഓണറിനെയും സ്റ്റാഫിനെയും ഇന്ന് കണ്ട് സംസാരിച്ചിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ ഇന്ത്യയും സ്റ്റാഫിന്റെ ഇടയിലുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും മിസ്കമ്മ്യൂണിക്കേഷന്റെയും പ്രശ്നമായിട്ട് സംഭവിച്ചു പോയതാണത്. അതായത് ഈ ക്യാഷ്യറിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഈ വീഡിയോയിൽ വരാനോ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. മൂപ്പർക്ക് അങ്ങനത്തെ ഒരു ഓരോരുത്തർ ഓരോ ഇതല്ലേ കാരണം മൂപ്പർക്ക് അങ്ങനത്തെ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് വീഡിയോ ഓഫാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോ ഓഫാക്കും ചെയ്തിട്ട് വീഡിയോ എടുക്കണില്ല, കേക്ക് തരാൻ പറഞ്ഞപ്പോൾ മൂപ്പര് എന്താ വെച്ചാൽ ഓണർ പുറത്ത് പോയിക്കാണ്. അപ്പോൾ മൂപ്പർക്കും ഒരു പേടി, നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ ഇനി എന്താ സംഭവം എന്നറിയില്ലല്ലോ. അപ്പോൾ നീ ഓണർ വന്നിട്ടുള്ളൂ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ബാഡായി. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്ത് ചെന്നപ്പോൾ വീഡിയോ ഓഫാക്കാനും പറഞ്ഞു, പിന്നെ ഓണർ വന്നിട്ടുള്ളൂ കേക്ക് തരാമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ എന്തോ ഒരു മൈൻഡിലെടുത്തു. പക്ഷേ ഇതെന്താ വെച്ചാൽ ഒരു സാധനത്തിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അറിയില്ലേ. അതായത് ഞാൻ എടുത്ത രീതി വേറെയും ഓന് പറഞ്ഞ രീതി വേറെയാണ്. ഓൻ പറഞ്ഞത് കേക്ക് ഇപ്പോൾ തന്നില്ല, അതായത് ഓണർ വന്നിട്ട് തരാം, ഒരു ഓണർ പുറത്ത് പോയിക്കാണ്, ഓണർ വരുന്ന വരെ ഒന്ന് കാത്തുക്കാനാണ്. നമ്മളാണ് ബർത്ത്ഡേ 12 മണിക്കാണ് നേരം വെക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിന് നേരമല്ല, സൗകര്യമില്ല പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. സൗകര്യമില്ലാന്ന് കേട്ടോ പറഞ്ഞിരിക്കണേ. അങ്ങനെ ഇറങ്ങി പോകുന്നു. എന്നിട്ട് വേറെ കടയിൽ പോയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയാണ് പോയത്. ഇതിലെന്താ സംഭവിച്ചാൽ ഓന് ഉദ്ദേശിക്കണ വേറെയും ഞാൻ ഉദ്ദേശിക്കണ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയാണ്. ആ കേക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് അവിടെ ഉള്ളൊരു ഷോപ്പാണ്. എല്ലാവരും നല്ലൊരു അഭിപ്രായമൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. നല്ല കേക്കും സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു മോശനുഭവം ഉണ്ടായിന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഞാൻ എടുത്ത രീതി വേറെയാണ്, ഓന് പറഞ്ഞ രീതി വേറെയാണ്. അപ്പോൾ എനിക്കൊരു മോശനുഭവം ഉണ്ടായിന്ന് തന്നെയുള്ളൂ ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ട്, അത്ര തന്നെ ഉള്ളൂ പറഞ്ഞിട്ട്, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിലെന്താ വെച്ചാൽ ആ വ്യക്തിൻ്റെ ഫേസ് ഞാൻ കാണിക്കാൻ പാടുണ്ടായിരുന്നില്ല. ആ ഫേസ് കാണിച്ചിട്ട് ഞാൻ ആളോട് സോറി പറഞ്ഞിട്ടുണ്ട്. പോരാത്തിന് ഞാൻ പരസ്യമായിട്ട് ഒന്നുകൂടി സോറി പറയാണ്. ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത്. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് പെർമിഷൻ ഇല്ലാതെ ഞാൻ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു. ആൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ മൂപ്പരോട് ക്ഷമ ചോദിച്ചിരിക്കണം, മൂപ്പരും ഓക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഷോപ്പിലൊക്കെ കയറുമ്പോൾ ഇതേപോലെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് ഉണ്ടാകുമ്പോൾ ഇതിന് രണ്ട് സൈഡ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഓൻ ഉദ്ദേശിക്കണത് എന്താണോ നമ്മൾ ചിന്തിക്കണം എന്താ രണ്ടും ചിലപ്പം മാറിയിട്ടേ കാരണം സംഭവം നമ്മൾ പറഞ്ഞു തരുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഓക്കെ.